ഹായ് ഫ്രണ്ട്സ്, പുതിയ ഒരു ഇതിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ SSC GDയുമായി ബന്ധപ്പെട്ട് നിലവിൽ കുറച്ച് വാർത്തകൾ പ്രചരിക്കുന്നുണ്ട്. അതായത് 1,33,880 വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ സത്യാവസ്ഥ എന്താണ് തുടങ്ങിയ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ അവസാനം വരെ കാണുക. SSC GD എക്സാമിനേഷന് തയ്യാറെടുക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ അവസാനം വരെ കാണുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും തയ്യാറെടുക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ അവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രിപ്ഷൻ വരുന്ന ബെല്ലൈക്കനിൽ ഓൾ എനേബിൾ ചെയ്താൽ മാത്രമായിരിക്കും ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോസ് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടായിരിക്കുന്നതാണ്. നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. 8 മെയ് 2025 CRPFിൻ്റെ ഭാഗത്തു നിന്നാണ് ഈ ഒരു നോട്ടീസ് വന്നിരിക്കുന്നത്. ഈ ഒരു നോട്ടീസ് CRPFിൻ്റെ വെബ്സൈറ്റിലും അവൈലബിൾ ആണ്. ഈ ഒരു നോട്ടീസിൻ്റെ ഉള്ളടക്കം CRPF അല്ലെങ്കിൽ SSC GD എന്ന് പറയുമ്പോൾ CRPF, CASF, BSF, ആസം റൈഫിൾസ്, SSB തുടങ്ങിയ ഫോഴ്സിലേക്കുള്ള കോൺസ്റ്റബിൾ റിക്രൂട്ട്മെൻറ്റാണ് SSC GD റിക്രൂട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്കുള്ള വേക്കൻസിയുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു നോട്ടിഫിക്കേഷനിൽ പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ നോട്ടിഫിക്കേഷൻ നമ്മുടെ വാട്സപ്പ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു PDF ലഭിക്കുന്നതാണ്. ഈ ഒരു PDFിൽ അല്ലെങ്കിൽ ഈ ഒരു നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്നത് 2025 SSC GDയുടെ വേക്കൻസിയുമായി ബന്ധപ്പെട്ടാണ്. നിലവിൽ ഏകദേശം 1,33,880 വേക്കൻസിയാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതിൽ മെയിൽസിന് 1,29,139 വേക്കൻസിയും ഫീമെയിൽസിന് 4,741 വേക്കൻസി. ഇങ്ങനെയാണ് 1,33,880 വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വേക്കൻസിയിൽ പലരും തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. ഇതിൻ്റെ സത്യാവസ്ഥ എന്തെന്നാൽ ഈ ഒരു വേക്കൻസിയുടെ 50% വേക്കൻസികളും എക്സ് അഗ്നിവീറിനാണ്. ബാക്കിയുള്ള വേക്കൻസിക്ക് മാത്രമായിരിക്കും സിവിൽ കാൻഡിഡേറ്റ്സ് അല്ലെങ്കിൽ നോർമൽ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന് അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. എക്സ് അഗ്നിവീർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യൻ ആർമഡ് ഫോഴ്സിൽ അഗ്നിവീർ സേവനം കഴിഞ്ഞിട്ട് റിട്ടയർഡ് ആവുന്ന അല്ലെങ്കിൽ അഗ്നിവീർ സേവനം കഴിഞ്ഞിട്ട് വരുന്നവർക്ക് മാത്രമായിരിക്കും ഈ ഒരു 50% വേക്കൻസി റിസർവേഷൻ ചെയ്തിരിക്കുന്നത്. അതായത് ഏകദേശം 66,000 വേക്കൻസികളാണ് എക്സ് അഗ്നിവീറിന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നത്. സിവിൽ കാൻഡിഡേറ്റ്സ് അതായത് നോർമൽ കാൻഡിഡേറ്റ്സിനും ഈ ഒരു സെയിം വേക്കൻസി തന്നെയാണ്. 66,000 വേക്കൻസികളാണ് നിലവിൽ ഉണ്ടാകാൻ പോകുന്നത്. അത് അടുത്ത വർഷത്തെ റിക്രൂട്ട്മെൻറ്റിലായിരിക്കും ഈ ഒരു വേക്കൻസി ആഡായി വരുന്നത്. ഈ ഒരു വർഷം വേക്കൻസി ആഡാവാൻ സാധ്യത വളരെയധികം കുറവാണ്. അടുത്ത നോട്ടിഫിക്കേഷൻ SSC ഉടനെ തന്നെ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. ഏകദേശം ഒക്ടോബർ മാസത്തിൽ തന്നെ ഈ ഒരു നോട്ടിഫിക്കേഷൻ നമുക്ക് പ്രതീക്ഷിക്കാം. എക്സ് അഗ്നിവീറിനുള്ള SSC GD റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത് ഏതെങ്കിലും നോഡൽ ഫോഴ്സ് വഴിയായിരിക്കും. അതായത് ഒന്നുകിൽ CRPF അല്ലെങ്കിൽ BSF അല്ലെങ്കിൽ CASF അല്ലെങ്കിൽ ആസം റൈഫിൾസോ അങ്ങനെ മറ്റേതെങ്കിലും ഒരു നോഡൽ ഫോഴ്സ് വഴിയായിരിക്കും റിക്രൂട്ട്മെൻറ്റ് വിളിക്കുന്നത്. ബാക്കിയുള്ള കാൻഡിഡേറ്റ്സിന് SSC വഴിയാണ് റിക്രൂട്ട്മെൻറ്റ് വരുന്നത്. അതായത് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ വഴി തന്നെ ഇതിൻ്റെ എക്സാമിനേഷൻ നടക്കുന്നത്. എക്സാം പാസ്സായി കഴിഞ്ഞാൽ പിന്നീടുള്ള പ്രൊസീജിയർ കാര്യങ്ങളെല്ലാം നോഡൽ ഫോഴ്സ് ആയിരിക്കും നടത്തുന്നത്. എക്സ് അഗ്നിവീറിന് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് അല്ലെങ്കിൽ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതല്ല, ഡയറക്റ്റ് എക്സാമിനേഷനാണ്. എക്സാമിനേഷൻ പാസ്സായി കഴിഞ്ഞാൽ പിന്നെ മെഡിക്കലാണ് വരുന്നത്. ആ ഒരു മെഡിക്കൽ ടെസ്റ്റും പാസ്സായി കഴിഞ്ഞാൽ പിന്നീട് മെറിറ്റ് ലിസ്റ്റ്. ഇങ്ങനെയാണ് എക്സ് അഗ്നിവീറിൻ്റെ സെലക്ഷൻ പ്രൊസീജിയർ. ബാക്കിയുള്ള സിവിലിയൻ കാൻഡിഡേറ്റ്സ് ആദ്യം എക്സാമിനേഷൻ പാസ്സായി പിന്നീട് ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് പിന്നെ ഫിസിക്കൽ ടെസ്റ്റ് അതിനുശേഷം മെഡിക്കൽ ടെസ്റ്റ് തുടങ്ങിയ പ്രൊസീജിയറിലൂടെ ആയിരിക്കും നോർമൽ കാൻഡിഡേറ്റ്സിന് റിക്രൂട്ട്മെൻറ്റ് വരുന്നത്. അപ്പോൾ നിങ്ങളാരും മാക്സിമം ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തുക. ഈ ഒരു എക്സാമിനേഷന് നല്ല രീതിയിൽ തയ്യാറെടുത്താൽ നിങ്ങൾക്ക് അടുത്ത വർഷം തന്നെ നല്ലൊരു യൂണിഫോം ജോലി സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ്. ഈ ഒരു എക്സാമിനേഷന് തയ്യാറെടുക്കാനുള്ള നല്ല ടെക്സ്റ്റ് ബുക്കുകൾ കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിരിക്കുന്നതാണ്. ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് മിനിമം 10ാം ക്ലാസ് പാസ്സായിട്ടുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. 10ാം ക്ലാസ്സിൽ D+ അല്ലെങ്കിൽ മറ്റ് ക്വാളിഫിക്കേഷൻ്റെ കാര്യങ്ങൾ നോക്കുന്നില്ല. 10ാം ക്ലാസ് പാസ്സായിട്ടുള്ള എല്ലാവർക്കും ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. 18 വയസ്സിനും 23 വയസ്സിനും ഇടയുള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക. അതിൽ OBC കാൻഡിഡേറ്റ്സിന് 3 വർഷം വരെയും SC ST കാൻഡിഡേറ്റ്സിന് 5 വർഷം വരെയും ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ തന്നെ എക്സ് അഗ്നിവീറിൻ്റെ ഫസ്റ്റ് ബാച്ചിന് 5 വർഷം വരെ ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതാണ്. SSC GD വഴി ലഭിക്കാവുന്ന സാലറി നോക്കുകയാണെങ്കിൽ 21,700 രൂപ മുതലാണ് സ്റ്റാർട്ടിങ് സാലറി. 69,100 രൂപ വരെ സാലറി ലഭിക്കാവുന്ന പോസ്റ്റാണ്. അപ്പോൾ 10ാം ക്ലാസ്സൊക്കെ പാസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തേണ്ടതാണ്. 10ാം ക്ലാസ്സൊക്കെ പാസ്സായിട്ടുള്ളവർക്ക് വളരെ നല്ലൊരു അവസരമാണ് SSC GD റിക്രൂട്ട്മെൻറ്റ്. പ്രധാനമായിട്ടും ഈ ഒരു കാര്യങ്ങൾ ഷെയർ ചെയ്യാനാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ വന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വേക്കൻസിയുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള ക്ലാരിഫിക്കേഷൻ ലഭിച്ചു കാണും എന്ന് ഞാൻ കരുതുന്നു. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. മാക്സിമം റിപ്ലൈ തരാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെയുള്ള കൃത്യമായിട്ടുള്ള അപ്ഡേറ്റ്സ് ഡിഫൻസ് ജോബുമായി ബന്ധപ്പെട്ട് എന്ത് അപ്ഡേറ്റ്സും അതുപോലെ തന്നെ ജോബ് വേക്കൻസിയും അറിയാനായിട്ട് നിങ്ങൾ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എത്ര വേഗം സബ്സ്ക്രൈബ് ചെയ്യുക.
സബ്സ്ക്രിപ്ഷൻ വരുന്ന ബെല്ലൈക്കനിൽ ഓൾ എനേബിൾ ചെയ്താൽ മാത്രമായിരിക്കും ഇത്തരത്തിലുള്ള കൃത്യമായിട്ടുള്ള അപ്ഡേറ്റ്സ് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.